കേരളത്തിൽ തോമാശ്ലീഹ വന്നിട്ടുണ്ടോ? കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ തോമ കേന്ദ്രീകൃത പാരമ്പര്യം മിഥ്യയോ? അടുത്ത കാലത്തായി ചില ഹൈന്ദവ പോർട്ടലുകളിൽ നിന്നും ചില സഭാവിരുദ്ധ വൈദികരിൽ നിന്നും ഉണ്ടാകുന്ന കണ്ടെത്തലാണ് തോമാശ്ലീഹ കേരളത്തിൽ എത്തിയിട്ടേയില്ല എന്ന്. മാർ തോമ ക്രിസ്ത്യാനികളുടെ പൈതൃകം അതില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. അതിനെതിരെ വ്യക്തമായ ഭാഷയിൽ വ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടുകയാണ് ശ്രീ മാത്യു ചെമ്പുകണ്ടത്തിൽ തന്റെ കുറിപ്പിലൂടെ. മലങ്കര ഓർത്തഡോക്സ് സഭാ തലവന്മാർ, ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ, ഹൈന്ദവ സംഘടനകളെ സംബന്ധിച്ച് നടത്തിയ ചില പ്രസ്താവനകളോട് പലരും പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച പ്രമുഖരായ ഡോക്ടർ KS രാധാകൃഷ്ണനും പത്രപ്രവർത്തകനായ രാമചന്ദ്രനും തങ്ങളുടെ വാദങ്ങളിൽ പ്രധാനമായും ഊന്നിയത് തോമാശ്ലീഹ കേരളത്തിൽ വന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ്. ഇതോടൊപ്പം ഇവർ പറയുന്നത് ക്നാനായ സഭാ നേതാവ് ക്നാനായി തോമയെയാണ് ക്രിസ്തു ശിഷ്യനായ തോമാശ്ലീഹയായി തെറ്റിദ്ധരിച്ചത് എന്നുമാണ്. ഇവരുടെ പരാമർശങ്ങളെ ചരിത്രപരമായും സുവിശേഷീകരണത്തിനുമായി ക്രിസ്തുവും അപ്പസ്തോലന്മാരും സ്വീകരിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലും പരിശോധിക്കേണ്ടതുണ്ട്. തോമാശ്ലീഹ ഇന്ത്യയിൽ വരേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? ആദിമ ക്രിസ്തു ശിഷ്യന്മാർ സുവിശേഷ പ്രചാരണത്തിനായി പ്രധാനമായും ലക്ഷ്യം വെച്ചത് ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന യഹൂദ സമൂഹങ്ങളെ ആയിരുന്നു. ഇത് ചരിത്രപരമായും ബൈബിൾ പരമായും തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. യേശുക്രിസ്തു തന്റെ പരസ്യ ജീവിതകാലത്ത് താൻ വന്നത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് എന്ന് പറഞ്ഞിരുന്നു. തന്റെ ശിഷ്യന്മാരെ ആദ്യഘട്ട സുവിശേഷ പ്രഘോഷണത്തിന് അയച്ചപ്പോൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുതെന്നും യഹൂദരുടെ അടുത്തേക്ക് മാത്രമായി പോകണമെന്നുമാണ് നിർദ്ദേശിച്ചത്. ശിഷ്യന്മാർ പിൽക്കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയപ്പോഴും ഈ മാതൃകയാണ് പിന്തുടർന്നത്. യേശുവിന്റെ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിലുടനീളവും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ധാരാളം യഹൂദർ താമസിച്ചിരുന്നു. ഓരോ നഗരത്തിലും അവർക്ക് സിനഗോഗുകൾ ഉണ്ടായിരുന്നു. പഴയ നിയമ പശ്ചാത്തലമുള്ളവരായതിനാൽ ഇവർക്ക് സുവിശേഷ സന്ദേശം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അതിനാൽ അപ്പസ്തോലന്മാർ ഒരു പുതിയ നഗരത്തിൽ എത്തിയാൽ ആദ്യം സന്ദർശിച്ചിരുന്നത് ഈ സിനഗോഗുകളിലായിരുന്നു. ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും എന്ന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ സ്വീകരിച്ച ശൈലി മറ്റ് അപ്പസ്തോലന്മാർ പിന്തുടർന്ന ശൈലി തന്നെയായിരുന്നു. പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ വന്നെത്തി എന്ന് യഹൂദരോട് പറയുന്നത് മറ്റ് ജനവിഭാഗങ്ങളോട് പറയുന്നതിനേക്കാൾ അത്യന്താപേക്ഷിതവും ഫലപ്രദവുമായിരുന്നു. അരാമിക്, ഹീബ്രു, ഗ്രീക്ക് ഭാഷകളിലുള്ള പ്രാവീണ്യവും ഈ വിനിമയത്തിന് അവരെ സഹായിച്ചു. കേരളത്തിലെ യഹൂദ സാന്നിധ്യവും തോമാശ്ലീഹായും. യേശുവിന്റെ കാലത്തിന് മുൻപേ കേരളത്തിലെ യഹൂദ സാന്നിധ്യം ഉണ്ടായിരുന്നു. സലോമോൻ രാജാവിന്റെ കാലം മുതൽക്കേ BC 10-ാം നൂറ്റാണ്ട് മുതൽക്കേ കേരളവുമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ മുസരീസ് തുറമുഖം പ്രധാനപ്പെട്ട ഒരു യഹൂദ വ്യാപാര കേന്ദ്രമായിരുന്നു. തോമാശ്ലീഹ കേരളത്തിൽ വന്നത് കൊടുങ്ങല്ലൂരിലെ ഈ യഹൂദ കോളനികളെ ലക്ഷ്യം വച്ചാണ് എന്ന് നിസ്സംശയം പറയാം. അവിടുത്തെ യഹൂദരോട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം തന്റെ ദൗത്യം ആരംഭിച്ചത്. ചരിത്രകാരന്മാരായ MGS നാരായണൻ, A ശ്രീധരമേനോൻ എന്നിവരുടെ പഠനമനുസരിച്ച് നമ്പൂതിരിമാർ കേരളത്തിലേക്ക് കൂട്ടമായി കുടിയേറുന്നത് ക്രിസ്തുവർഷം 4 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ്. അതുകൊണ്ട് തന്നെ AD 52 തോമാശ്ലീഹ വരുമ്പോൾ ഇന്നത്തെ അർത്ഥത്തിലുള്ള നമ്പൂതിരി വ്യവസ്ഥിതി കേരളത്തിൽ ശക്തമായിരുന്നില്ല. പിൽക്കാലത്ത് ബ്രാഹ്മണ മേധാവിത്വം ശക്തമായപ്പോൾ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ജാതി മാഹാത്മ്യം ഉയർത്തിക്കാട്ടാൻ ബ്രാഹ്മണ പരിവർത്തന കഥകൾക്ക് പ്രചാരം നൽകിയതാവാം. കേരളത്തിലെ ആദിമ ക്രിസ്ത്യാനികൾ ഇവിടുത്തെ യഹൂദ കച്ചവടക്കാരും അവർക്കൊപ്പം പരിവർത്തനം ചെയ്യപ്പെട്ട തദ്ദേശീയരും ഉൾപ്പെട്ടതായിരുന്നു എന്ന് കരുതുന്നതാണ് ചരിത്രപരമായി കൂടുതൽ യുക്തിസഹം. ചരിത്രരേഖകളിലെ ചില തെളിവുകൾ. ആദിമസഭാ പിതാക്കന്മാരുടെ എഴുത്തുകൾ പരിഭാഷപ്പെടുത്തിയ ഡോക്ടർ G ചേടിയത്തിന്റെ സഭാപിതാക്കന്മാർ എന്ന ഗ്രന്ഥ പരമ്പരയിലെ 3-ാം വാല്യത്തിൽ മാർ അദ്ദായിയുടെ പ്രഭാഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി സഭയുടെ സുഗമമായ നടത്തിപ്പിനായി 26 കാനോനുകൾ ഉണ്ടാക്കി എന്നിതിൽ പറയുന്നു. ഈ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയും അതിനു ചുറ്റുമുള്ള വിദൂര കടൽ തീരങ്ങളിലെ എല്ലാ നാടുകളും തോമാശ്ലീഹായിൽ നിന്ന് പൗരോഹിത്യത്തിന്റെ ശ്ലൈഹിക കൈവെപ്പ് സ്വീകരിച്ചു. അദ്ദേഹം സ്ഥാപിച്ച സഭയിൽ അദ്ദേഹം തന്നെയായിരുന്നു മേലധികാരി. യാക്കോബ് ശ്ലീഹ യെറുസലേമിലും, മാർക്കോസ് ഈജിപ്തിലും, പത്രോസ് റോമിലും, ഇറ്റലിയിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലും സഭകൾക്ക് നേതൃത്വം നൽകി എന്നും ഈ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തോമാശ്ലീഹ ഇന്ത്യയിൽ സുവിശേഷം എത്തിച്ചു എന്നത് ചരിത്രപരമായ തുടർച്ചയാണ്. തോമാശ്ലീഹ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇത്രമാത്രം തോമ കേന്ദ്രീകൃതമായ ഒരു പാരമ്പര്യം കാത്തുസൂക്ഷിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. ക്നാനായി തോമായും തോമാശ്ലീഹായും ഒരേ ആളല്ല. AD 345 ക്നാനായി തോമയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കൊടുങ്ങല്ലൂരിൽ വന്നത് ചരിത്രപരമായ വസ്തുതയാണ്. എന്നാൽ തോമാശ്ലീഹായുടെ സാന്നിധ്യം നിഷേധിക്കാൻ ക്നാനായി തോമയുടെ പേര് ഉപയോഗിക്കുന്നത് യുക്തിരഹിതമാണ്. ക്നാനായി തോമയുടെ കൂടെ വന്ന സമൂഹം തങ്ങളുടെ രക്തശുദ്ധി കാത്തുസൂക്ഷിക്കുന്നവരും വംശീയമായി തനിമ നിലനിർത്തുന്നവരും അവർ മറ്റുള്ളവരെ തങ്ങളുടെ വംശാവലിയിലേക്ക് അന്നും ഇന്നും സ്വീകരിക്കാറില്ല എന്നതോർക്കണം. ക്നാനായി തോമയായിരുന്നു കേരളത്തിൽ ആദ്യമായി സുവിശേഷം എത്തിച്ചത് എങ്കിൽ ആ 72 കുടുംബങ്ങളുടെ പിൻഗാമികൾ ഒഴികെ മറ്റു മാർത്തോമ ക്രിസ്ത്യാനികൾ ആരും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ക്നാനായി തോമ പോലും എത്തിയത് നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്നിരുന്ന മാർത്തോമ നസ്രാണികളുടെ ഇടയിലേക്കാണ്. അതിനാൽ ക്നാനായി തോമയെ ചൂണ്ടിക്കാട്ടി AD 52 മാർ തോമാശ്ലീഹായുടെ ആഗമനത്തെ തള്ളിക്കളയാനാവില്ല. ചുരുക്കത്തിൽ തോമാശ്ലീഹായുടെ കേരളത്തിലേക്കുള്ള വരവ് വെറുമൊരു ഐതിഹ്യമോ വിശ്വാസമോ അല്ല,
മറിച്ച് വ്യക്തമായ ചരിത്രപരവും സാമൂഹികവുമായ പശ്ചാത്തലമുള്ള ഒന്നാണ്. ആദിമശിഷ്യന്മാർ സ്വീകരിച്ചിരുന്ന യഹൂദ കേന്ദ്രീകൃത സുവിശേഷീകരണ രീതിക്ക് ഏറ്റവും അനുയോജ്യമായ ഇടമായിരുന്നു അന്നത്തെ മൊസരീസ്. ചരിത്രരേഖകളോ പുരാവസ്തു തെളിവുകളോ പൂർണ്ണമായും ലഭ്യമല്ല എന്ന വാദമുയർത്തി ഒരു ജനതയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തെയും സാംസ്കാരിക സ്വത്വത്തെയും നിഷേധിക്കുന്നത് നീതിയുക്തമല്ല. ലോകത്തിലെ മറ്റ് അപ്പസ്തോലിക സഭകളെ പോലെ തന്നെ തങ്ങളുടെ വിശ്വാസത്തിന്റെ വേരുകൾ തോമാശ്ലീഹായിൽ ആഴപ്പെട്ടിരിക്കുന്നു എന്ന ഉറച്ച ബോധ്യമാണ് കേരളത്തിലെ നസ്രാണി സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരം.